ഈ മരിച്ചുപോയ ജൂതൻ തിരിച്ചു വന്ന സ്ഥിതിക്ക് കൈയേറിയ സ്ഥലത്ത് വീടും വെച്ച് പുറപ്പ് തുടങ്ങിയ ആൾക്കാർ അവിടെ നിന്ന് മാറി കൊടുക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി യഥാർത്ഥ ജൂതൻ തന്നെയാണോ തിരിച്ചു വന്നത്? ആ പുറപ്പെട്ടു പോയ രൂപവും തിരിച്ചു വന്ന രൂപവും തമ്മിൽ യാതൊരു സാദൃശ്യം ഇല്ലെന്നാ അയാളെ കണ്ട മണ്ണുപണിക്കാർ പറഞ്ഞു. അയാള് പോയിട്ട് കാലം കുറെ ആയില്ലേ, രൂപത്തിലൊക്കെ വലിയ മാറ്റം വന്നു കാണൂന്നേ. രൂപത്തിലല്ല കാര്യം, രേഖകളിലാണ് കാര്യം. ഈ ജൂതന്റെ കയ്യിൽ മതിയായ രേഖകളുണ്ടെങ്കിൽ ഈ കൈയേറി എല്ലാവരും കൊടുക്കും. അറിയാവോ, ജൂതൻ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അവൻ കാറൽ മാർക്സ് ആയിരിക്കും, അതല്ല ശാസ്ത്രജ്ഞനാണെങ്കിൽ അവൻ ഐൻസ്റ്റീൻ ആയിരിക്കും. ജൂതന്മാര് ചില്ലറക്കാരല്ല കേട്ടോ, കൈയേറിയ എല്ലാവരും പെടും. അതെ, ഇത് എന്ത് കിടപ്പാണ്? ഒന്ന് എണീറ്റേ, ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടേന്നേ. അതെ, ഞങ്ങൾക്കൊക്കെ പണിക്ക് പോകാനുള്ളതാണ്. ഒന്ന് എഴുന്നേറ്റേന്നേ, ഒന്ന് എണീപ്പിക്കടലിന്റെ. അത്രക്ക് തിരക്കുള്ളവരാണെങ്കിലേ ചെന്ന് എഴുന്നേപ്പിക്ക്. ആ, ഞാൻ എണീപ്പിക്കാൻ പോവാണ്. അതെ, ഒന്ന് എഴുന്നേക്കുന്നേ, ഒന്ന് എഴുന്നേക്കപ്പാ, ഒന്ന് എഴുന്നേക്കടോ. ഓ, ഇതാ ജൂതനായിട്ട് ഒരു ചായയില്ല. കണ്ടില്ലേ കയ്യമ്മിറ്റൊക്കെ തളർന്നിരിക്കണത്, വെറുതെ മനുഷ്യനെ വില കടത്താനായിട്ട്. കാലത്തെ ഓരോ ദുരിതങ്ങൾ വന്നത്, മനുഷ്യന്റെ പണിയും പോയി. എന്താ ഇവിടെ എല്ലാരും വട്ടം കുടിക്കുന്നത്? ആ പോ പോ പോ. നിങ്ങൾ മരിച്ചു പോയെന്നാ ഇവിടെ എല്ലാരും വിശ്വസിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാര്യങ്ങളുടെ കിടപ്പങ്ങനെയാണല്ലോ. സാറേ, രാത്രിയിൽ ഈ വരാന്തയിൽ എവിടെയെങ്കിലും കയറി കിടന്നുറങ്ങിക്കോട്ടെ. അനുമതി തരാനുള്ള അധികാരം എനിക്കില്ല. എന്നാലും കയറി കിടന്നു, അല്ലാതെ ഞാനെന്ത് പറയാനാണ്? ഓ ഓ, അമ്മയും സലോമിയും നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പീതാങ്കുഞ്ഞെ ഞാനിവിടുന്ന് പോയത്. നീയില്ലാതെ ഇവിടെ നിന്നും തിരിച്ചു പോകാൻ അമ്മക്കോ സലോമിക്കോ സമ്മതമില്ലായിരുന്നു. ആണും തൂണും ഇല്ലാത്ത അവരെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോകാൻ ജൂതക്കൂട്ടവും തയ്യാറായില്ല. ഒടുവിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ഇസ്രായേലിലേക്ക് നിന്നെയും കൂട്ടിക്കൊണ്ടുപോകാൻ ഇവിടേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാ അമ്മ പോയത്. ആയിടയ്ക്ക് അമ്മയുടെ 1-2 കത്തുകൾ വന്നിരുന്നു. വിലാസക്കാരില്ലാത്തവ തിരിച്ചയക്കുകയാണ് പതിവെന്നാണ് കത്തന്വേഷിച്ചെത്തിയ എന്നോട് അവർ പറഞ്ഞത്. പിന്നീട് അമ്മയെക്കുറിച്ച് യാതൊരു അറിവും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു പുനർജന്മം പോലെ തിരിച്ചു കിട്ടിയതാണ് എൻ്റെ ജീവിതം. ഇന്നലെ രാത്രി മാളയിൽ തിരിച്ചെത്തിയത് മുതൽ എന്നെ അലട്ടുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഞാൻ ജനിച്ചു വളർന്ന വീട് എങ്ങനെയാണ് പീരാങ്കുഞ്ഞെ മാള തപാലാഫീസായത്? ഇന്നലെ വരെ എൻ്റേതായിരുന്ന സ്വത്തുവകകൾ ഇന്ന് മറ്റാരുടെയൊക്കെ ആയതെങ്ങനെയാണ്? ഒരുമിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാരും ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന അയൽക്കാരും എന്നെ തിരിച്ചറിയാത്തത് എന്തുകൊണ്ടാണ്?
കാലം ഒരുപാട് മാറി. അതിൽ മാറിപ്പോയത് ഞാനോ അതോ എൻ്റെ മാളക്കാരോ? മാറിയത് കാലമല്ല, നമ്മുടെ നാട്ടുകാരാ. അവർ നിന്നെ തിരിച്ചറിയാത്തതല്ല, തിരിച്ചറിയില്ല എന്ന് നടിക്കുന്നതാ. തട്ടിച്ചും വഞ്ചിച്ചും കയ്യേറിയ നിന്റെ ഏക്കർ കണക്കിന് ഭൂമിക്ക് വേണ്ടി. പക്ഷെ അമ്മയുമായുള്ള ഒരു കരാറ് പഞ്ചായത്തിലുണ്ടല്ലോ, അത് ഉള്ളിടത്തോളം കാലം നിന്റെ സ്വത്തുക്കൾ നിനക്ക് തന്നെ വന്നു ചേരും. ആരാ എന്താന്ന് ഊരും പേരുമില്ലാത്ത ഒരാൾ ഒരു സുപ്രഭാതം ഒന്ന് പറയുന്നു, ഞാൻ ഇല്യാഹു ജൂതന്റെ മകൻ ഔറോണി ജൂതനാണെന്നും എൻ്റെ അമ്മ വെറോണിക്ക പഞ്ചായത്തിനെ ഏൽപ്പിച്ച വസ്തുവകകൾ തിരിച്ചേൽപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുക? ഔറോണിൻ്റെ അമ്മയും പഞ്ചായത്തും തമ്മിൽ ഉണ്ടാക്കിയ ഒരു കരാറില്ലേ സാറേ? അതുപ്രകാരം ഔറോണിൻ്റെ സ്വത്തുക്കൾ അവനിക്ക് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത പഞ്ചായത്തിനില്ലേ? ആ കരാർക്ക് എവിടെ എന്താന്നൊക്കെ ആർക്കറിയാം? അത് മാത്രമല്ല, അന്യാധീനപ്പെടുത്തിയെന്ന് നിങ്ങൾ പറയുന്നവർ കാലാകാലങ്ങളായി കരമടച്ച് വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചവരാണ്. അവരെ എന്ത് പറഞ്ഞാൽ ഇറക്കി വിടുക? മാത്രമല്ല, ഈ ഇരിക്കുന്നത് ഔറോണി ജൂതനാണെന്നുള്ളതിന് എന്താ തെളിവ്? തങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വന്ന ആളാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവർക്ക് ഇയാളെ ജയിലിലടയ്ക്കാം. എനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട, കേറിക്കെടുക്കാൻ എൻ്റെ വീടെങ്കിലും. മിസ്റ്റർ, അതിപ്പോ നിങ്ങളുടെ വീടല്ല, മാള പോസ്റ്റ് ഓഫീസാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ മരിച്ചെന്ന് പറഞ്ഞ് രേഖകൾ ഉണ്ടാക്കുക, എന്നിട്ട് ഓൻ്റെ സ്വത്തുക്കൾ കയ്യേറി അനുഭവിക്കുക. നാറികൾ. ഇതൊന്നും ചോദിക്കാനും പറയാനോട് ആരുമില്ല, അതാ കുഴപ്പം. വാ. ജൂതന് വീടെങ്കിലും തിരിച്ചു കിട്ടുമോ മാഷേ? നമ്മളെ കൊണ്ടായത് നമുക്ക് ശ്രമിക്കാൻ. ഇനി പഞ്ചായത്തിന്റെ മതിലിനോട് കുറച്ച് പോസ്റ്റർ ഒട്ടിക്കാല്ലേ മാഷേ? ആ